വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 7.5 കിലോമീറ്റർ മാറി പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലെ പ്രീമിയം വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് 600 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സഹിതമാണ് ഈ ഒരു വില്ല വന്നിരിക്കുന്നത്. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി ഭംഗിയുള്ള കളർ കോമ്പിനേഷനും സ്ക്വയർ ടോപ്പ് ഡിസൈനും സ്പോട്ട് ലൈറ്റുകളും അതുപോലെ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും LED ലൈറ്റും ഒക്കെയാണ് ഭംഗിക്ക് വേണ്ടിയിട്ട് എലിവേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് 2-way ലൈറ്റ്സും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ചെറിയ പ്ലാന്റർ ബോക്സും നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4.6 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഹാൻഡിലൊക്കെ നൽകിയാണ് ഈ ഒരു ഗേറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഉള്ളത്. കവേർഡ് കാർ പാർക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 അടിയോളം നീളവും 12 അടി വീതിയുമാണ് ഉള്ളത്. കൂടാതെ കാർപോർട്സിൻ്റെ സൈഡിലായിട്ട് പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് LED ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 9 അടിയിലേറെയാണ് വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയും കടപ്പാ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയെല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 8 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്ത് വിഡ്ത്ത് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് കിണർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് തന്നെയാണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിന്ന് സൗത്ത് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു അലക്കുകല്ലും ടാപ്പും കൂടി ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെയും വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്കിംഗ് കട്ടകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു സിറ്റ് ഔട്ടിന് 12.5 അടിയോളം നീളവും 4 അടിയോളം വീതിയുമാണ് ഉള്ളത്. 4-5 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് സിറ്റ് ഔട്ടിലായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും കാർപോർട്സിലെ സെയിം സീലിംഗ് വർക്കുകൾ തന്നെയാണ് വരുന്നത്. വുഡൻ ടെക്സ്ചറിലുള്ള ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് LED ലൈറ്റും നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനും വളരെ ഭംഗിയുള്ള ഒരു ഹാൻഡിലുമാണ് ഈ ഒരു ഡോറിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 14 അടിയോളം നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നോർത്തിലേക്ക് ഒരു ജാളി ഡിസൈനും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിംഗ് സ്പേസിൽ ലഭിക്കുന്നുണ്ട്. ഈസ്റ്റ് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ശരിക്കും ഇതൊരു വോളല്ല, സ്റ്റെയറിന് ഫ്രണ്ടിലായിട്ടുള്ള ഒരു പാർട്ടീഷനാണ്. MS-ഉം മൾട്ടിവുഡ് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാർട്ടീഷനിലാണ് നമ്മുടെ TV യൂണിറ്റിനുള്ള സ്പേസ് വരുന്നത്. ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. കൂടാതെ TV യൂണിറ്റിൻ്റെ താഴെയായിട്ട് നമുക്കൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റോ പെബിൾസോ ഒക്കെ വെച്ച് നമുക്ക് ഭംഗിയാക്കാവുന്നതാണ്. TV യൂണിറ്റിൻ്റെ ഫ്രണ്ട് സൈഡും സ്റ്റെയറിനോട് ചേർന്ന പോർഷനും ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് MS-ൻ്റെ ഒരു ഗ്രില്ല് നൽകി അതിൽ ജാളി വർക്കൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ LED ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയറിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും കൂടാതെ ഒരു ഷെൽഫും നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷനിലെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. ആ പാനലിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടറിൻ്റെ പാർട്ടീഷൻ വരുന്നത്. കൂടാതെ റൈറ്റ് സൈഡിലായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു സ്പേസിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് വരുന്നത്. 11.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ 8 സീറ്ററൊക്കെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സൗത്തിലേക്ക് 4 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂമിനോട് ചേർന്ന വാളിലായിട്ട് താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ഒരു സീറ്റിംഗ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. മുകളിലെ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിൽ പാനലിംഗ് ഒക്കെ കൊടുത്ത് അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടറാണ്. താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. മിററിൻ്റെ ബാക്ക് സൈഡിൽ ടെക്സ്ചർ വർക്കാണ് വന്നിരിക്കുന്നത്. മുകളിലായിട്ട് LED ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ടും പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. വാഷ് കൗണ്ടറിനോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് നമ്മൾ മുമ്പ് കണ്ട TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിനോട് ചേർന്ന വാളിലായിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയസ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോർ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 11.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. കൂടാതെ ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. നോർത്തിലേക്ക് കബോർഡ് വർക്കിൻ്റെ താഴെയും മുകളിലുമായിട്ട് 4 ഡോർ വിൻഡോയാണ് വന്നിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ള ഒരു സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. മൈക്രോവേവ് ഓവനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. കിച്ചണിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി ഒരു ടേബിളും ഷെൽഫും കൂടാതെ 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും വലുപ്പമുള്ള മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കോർണറും മിററും നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിനെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും നമ്മൾ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാൾ മൗണ്ട് ആയിട്ടുള്ള സെറയുടെ വാട്ടർ ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED കൂടാതെ വുഡൻ പാനലിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി ഒരു ടേബിളും ഷെൽഫും കൂടാതെ 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും അതിലായിട്ട് 2 മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിനെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും നമ്മൾ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ജാഗോറിൻ്റെ ഡൈവേർട്ടറുമാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൂടാതെ എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെയർ തുടങ്ങുന്ന ഭാഗത്ത് തന്നെ വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് എല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിനോട് ചേർന്ന വോളിലായിട്ട് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ നോർത്തിലേക്ക് ഒരു ജാലി ഡിസൈൻ നൽകിയിട്ടുണ്ട്. കൂടാതെ നോർത്തിലേക്കും വെസ്റ്റിലേക്കും 2 ഡോറിൻ്റെ വലുപ്പമുള്ള വിൻഡോകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ലിവിങ് സ്പേസിൽ പറഞ്ഞതുപോലെ തന്നെ ജാലി വർക്കും ഗ്ലാസും MS ഒക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതിനാൽ ധാരാളം നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കും താഴത്തെ ലിവിങ്ങിലേക്കും ലഭിക്കുന്നതാണ്. ഈ ഒരു പാസേജിലൂടെ അപ്പർ ലിവിങ്ങിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിങ് വരുന്നത്. 12 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഒരു ഭാഗത്തേക്ക് മാറി ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ
മുക്കാൽ ഭാഗത്തോളം വാൾപേപ്പറും പിന്നീടുള്ള ഭാഗത്ത് ലൂവർഡ് ഡിസൈനിലുള്ള പാനലിങ്ങുമാണ് നൽകിയിരിക്കുന്നത്. സൗത്തിലേക്ക് വലുപ്പമുള്ള 4 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലെ യൂട്ടിലിറ്റിയുടെയും ബെഡ്റൂമിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു സീറ്റിംഗ് യൂണിറ്റ് വരുന്നത്. ഈ സീറ്റിംഗ് യൂണിറ്റ് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനിൽ ഒരു പാർട്ടീഷനോട് ചേർന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വുഡും MS ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വന്നത്. അതായത് മൾട്ടി വുഡും MS ഉപയോഗിച്ചാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് തന്നെ വുഡൻ ടെക്സ്ചറിലുള്ള ഒരു സീറ്റിംഗ് യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി റൂമാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 10.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് വലിപ്പമുള്ള ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. പെർമനന്റ് ഗ്ലാസ് വിൻഡോയോട് ചേർന്ന് തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സൗത്ത് സൈഡ് വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്ത് LED ലൈറ്റും കൂടാതെ വുഡൻ ബീഡിങ് കൊടുത്തിരിക്കുന്നിടത്തെല്ലാം തന്നെ സൗത്ത് സൈഡ് വാളിലെ സിമിലർ ടെക്സ്ചർ വർക്കും LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഒരു ടേബിളും ഷെൽഫും കൂടാതെ 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും വലുപ്പമുള്ള മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാൾ മൗണ്ട് ആയിട്ടുള്ള വാട്ടർ ക്ലോസറ്റ് വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സൗത്ത് സൈഡ് വാള് ഡിഫറെൻറ്റ് കളർ നിറയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും ഒരു വാൾ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റ്, സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൂടാതെ വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി ഒരു ടേബിളും ഷെൽഫും കൂടാതെ 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ വാട്ടർ സ്പേസിനും മിററും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിലും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ഒക്കെ ചെയ്ത് സെറയുടെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും ഈ ഒരു സൈഡിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സൺഷെയ്ഡ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 14.5 അടിയോളം നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റ് LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിലിൻ്റെ ഒരു ഭാഗത്തായിട്ട് സ്ക്വയർ ടോപ്പ് ഡിസൈൻ നൽകിയിട്ടുണ്ട്. എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടിയാണത്. കൂടാതെ ഈ ഹാൻഡ് റെയിലിൻ്റെ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് ഓപ്പൺ ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 650 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് 5.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ, തൃപ്പുണിത്തുറയിലേക്ക് 12 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 14 കിലോമീറ്റർ, വൈറ്റിലയിലേക്ക് 15 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 4 സെന്റ് 600 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സഹിതമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 96 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.